ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിരിക്കുകയാണ്. ഒരു താൽക്കാലിക സമാധാന കരാർ നിലവിൽ വന്നതോടുകൂടിയാണ് ക്രൂഡ് ഓയിൽ വില കുറയുന്നത്. എണ്ണവില കുറയുമോ എന്നതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇറാൻ US യുദ്ധം അവസാനിപ്പിക്കുന്ന കരാറിൽ ഇരു രാഷ്ട്രങ്ങളും ഒപ്പിട്ടതിന് പിന്നാലെ ആഗോള എണ്ണവില ഇപ്പോൾ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ച ശേഷം $120 ഒരു വീപ്പ ക്രൂഡിന് വില ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ എണ്ണവില $71 എത്തിയിരിക്കുകയാണ്. ആഗോള വിപണിയിൽ എണ്ണവില കുറയുമ്പോൾ കൂട്ടിയ എണ്ണവില രാജ്യത്ത് കുറയുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാർ ചില നീക്കങ്ങൾ തുടങ്ങിയെന്നതിന്റെ സൂചനകളുണ്ടെങ്കിലും കൃത്യമായ കണക്കുകൾ കേന്ദ്ര സർക്കാർ പുറത്ത് വിട്ടിട്ടുമില്ല. അപ്പോൾ എന്താണ് എണ്ണവിലയുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നതെന്ന് നോക്കിയാൽ, ഇപ്പോൾ ഇറാനും US തമ്മിലുള്ള 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ ക്രൂഡ് ഓയിൽ വില ബാരലിന് പടിപടിയായി കുറഞ്ഞ് $71 എത്തിയിരിക്കുകയാണ്. ഇതോടെ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവ് കുറഞ്ഞിട്ടുമുണ്ട്. വിവിധ വിപണികളിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശ ശരാശരി വില അളക്കുന്ന ഇന്ത്യൻ ക്രൂഡ് ബാസ്ക്കറ്റ് യുദ്ധത്തിന് മുമ്പുള്ള നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ ഇത് $69 ആയിരുന്നു. യുദ്ധം തുടങ്ങിയതോടെ കുതിച്ചു. മെയിൽ ഇത് $106 വരെ എത്തി. പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല്ലിന്റെ കണക്ക് പ്രകാരം 24-ന്, അതായത് കഴിഞ്ഞ ബുധനാഴ്ച, ഇത് $70 എത്തിയിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. അപ്പോൾ സ്വാഭാവികമായും എണ്ണവിലയും ഗ്യാസ് വിലയും കുറയേണ്ടതല്ലേ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. എങ്ങനെയാണ് എണ്ണവില ആഘാതം ഈ യുദ്ധത്തിൻ്റെ 100-ലധികം നീണ്ട ദിവസം ജനങ്ങളിലേക്ക് എത്തിയത് എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. യുദ്ധത്തിനിടെ 2 ആഴ്ചക്കിടെ 4 തവണയാണ് എണ്ണവില വർദ്ധിപ്പിച്ചത്. മെയ് 15-ന് പെട്രോളിനും ഡീസലിനും $3 വീതം കൂട്ടി. മെയ് 19-ന് പെട്രോളിന് ലിറ്ററിന് $1.05 ഡീസലിന് $1.10 വർദ്ധിപ്പിച്ചു. മെയ് 23-ന് പെട്രോൾ ലിറ്ററിന് 87 ഡീസലിന് 91 കൂട്ടി. മെയ് 25-ന് പെട്രോളിന് ലിറ്ററിന് $2.61 ഡീസലിന് $2.71 കൂട്ടി. അങ്ങനെ ആകെ പെട്രോളിന് $7.53 ഡീസലിന് $7.72 ഈ യുദ്ധസമയത്ത് നമ്മുടെ രാജ്യത്ത് കൂട്ടിയത്. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം വാണിജ്യ സിലിണ്ടറിന്റെ വിലയിൽ വൻ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. ഫെബ്രുവരിയിൽ വാണിജ്യ സിലിണ്ടറിന് $49, മാർച്ച് 1-ന് $31, മാർച്ച് 7-ന് $115 കൂടിയത്. ഏപ്രിൽ 1-ന് വാണിജ്യ സിലിണ്ടറിന്